ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിങ് ഹിജാബ്. അല്ല, നമുക്കതിൽ വല്ല പുതുമയൊന്നും തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതുപോലത്തെ കുട്ടികൾ ഹിജാബിട്ട് ഡാൻസ് കളിക്കുന്ന വല്ല അത്ഭുതമൊന്നുമല്ല. ഇതിനേക്കാൾ എന്താ പറയുക, വസ്ത്രം അണിഞ്ഞിട്ടെല്ലാം കുട്ടികൾ പൊതുനിരത്തിലെല്ലാം ഇറങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. കാരണം എന്ന് വെച്ചാൽ കീറിയ വസ്ത്രം ഇട്ടിട്ട് ആൾ പൊതുനിരത്തിൽ ഇറങ്ങുന്നില്ലേ. മറ്റേ ചെറിയ 3/4 പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ പെൺപിള്ളേർ പൊതുനിരത്തിൽ ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഇതിനൊന്നും പറയേണ്ട ഒരവകാശവും ഇല്ല. എന്ത് വേഷം ധരിക്കണം, എന്ത് കളിക്കണം, അതെല്ലാം അവനവൻ്റെ ഇഷ്ടമാണ്. അതിലൊന്ന് കയറിയിട്ട് നമുക്ക് തലയിടേണ്ട ഒരവകാശവും ഇല്ല. പിന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് നിങ്ങളിലാണ്. അതിന് നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുകയും ചെയ്തു. അതിൽ നമുക്ക് വല്ല പുതുമയൊന്നും തോന്നുന്നില്ല. അത് നമ്മൾ കണ്ടു, അങ്ങ് ഒഴിവാക്കി. അങ്ങനത്തെ എന്തെല്ലാം കോപ്രായങ്ങൾ കളിക്കുന്ന മക്കൾ. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷേ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? അവരെന്ത് ചെയ്താലും അതിനുള്ള കുറ്റവും ശിക്ഷയും അവർ തന്നെ അനുഭവിക്കണം. അല്ലാണ്ട് ആ കുട്ടി അങ്ങനെ ധരിച്ചിട്ട് ഒരു ഡാൻസ് കളിച്ചിട്ട് നിങ്ങൾ അതിനെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് എന്തിന് വെറുതെ നിങ്ങൾ ആ കുട്ടി ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുന്നു? അതൊന്നും വേണ്ട. അതെല്ലാം ഓരോരാളെ പേഴ്സണലി കാര്യങ്ങളാണ്. അതിലൊന്നും നമ്മൾ കയറിയിട്ട് ഇടപെടാൻ പാടില്ല. എന്തുകൊണ്ട് ചെയ്തുകൂടാ? കാരണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളും ഇസ്ലാമിന് എന്താ പറയുക, ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ലല്ലോ ഇപ്പം നിങ്ങളും ചെയ്യുന്നത്. നിങ്ങളിതുപോലെ ഹിജാബും കാര്യങ്ങളൊക്കെ ഇട്ട് ക്യാമറേൻ്റെ മുന്നിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു? നിങ്ങൾ ഡാൻസ് കളിക്കുന്നില്ല എന്നല്ലല്ലോ, പക്ഷെ നിങ്ങളും ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതും 10,000 ആൾക്കാർ കാണുന്നുണ്ട്. ആ കുട്ടി ഒന്ന് ഡാൻസ് കളിച്ചാൽ അതും 10,000 ആൾക്കാർ കാണും. പിന്നെ ആരും ആരെയും അങ്ങനെ കുറ്റം പറയേണ്ട ഒരാവശ്യമില്ല. അല്ലപ്പാ, ഹിജാബിട്ട് ഡാൻസ് കളിച്ചാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് പോവോ? ഈ പെണ്ണുമ്പിള്ള എന്തെല്ലാം പറയുന്നു? ഒരു കാലത്ത് ഇവരും ഹിജാബിട്ട് ഡാൻസ് കളിച്ചൊരു വ്യക്തിയാണ്. അന്നൊന്നും ഇല്ലാത്ത ഒരു ഇസ്ലാമിക നിയമങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് കിട്ടി. മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് കുറ്റമായിട്ട് തോന്നാൻ മുമ്പ് നിങ്ങളും ഇതേപോലത്തെ വീഡിയോ ചെയ്തവരാണ്. നമ്മളും കണ്ടിട്ടുണ്ട് നിങ്ങളെ വീഡിയോ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡിൽ കാർ ഓടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? ഈ സീറ്റ് ബെൽറ്റും കാറും ഹിജാബും തമ്മിൽ എന്താണ് പിന്നെ ഡിഫറൻസ്? എന്താണ് കാര്യം? എന്താണ് അതിൽ ഉൾക്കൊള്ളിട്ടേണ്ടത്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ സീറ്റ് ബെൽറ്റ് കൊണ്ട് എന്താണ് പ്രയോജനം? യെസ്, ഹിജാബ് എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വിശ്വാസം അള്ളാഹ് കൽപ്പിച്ച രീതിയിൽ മാന്യമായും എളിമയോടും കൂടി ധരിക്കുന്ന ഒന്നാണ് ഹിജാബ്. ഒന്ന് പോയ താത്ത. എന്നിട്ട് ഈ അള്ളാഹും നബിയും അമ്പിയ മുർസലീങ്ങളെല്ലാം പറയുന്ന രീതിയിലല്ലേ ഇപ്പം നാട്ടിൽ പെണ്ണുങ്ങന്മാർ നടക്കുന്നു? അതൊന്നും നടക്കില്ല. നമ്മൾ ഒരുപാട് മദ്രസയിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിന്. അല്ല, സ്ത്രീകളുടെ വേഷം അത് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ വേണ്ടതെന്നെല്ലാം നന്നായിട്ട് പഠിച്ചവരാണ് ഇതുപോലത്തെ ഓരോ കോപ്രായങ്ങൾ കളിക്കുന്നത്. അത് നിങ്ങളെന്നില്ല, മറ്റുള്ളവരെന്നൊന്നുമില്ല. എല്ലാവരും കളിക്കുന്ന കോപ്രായങ്ങൾ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അതിനൊന്നും പറയാൻ നിന്നാൽ ഒന്നും എന്താ പറയുക, എവിടെയും എത്തൂല. അപ്പോൾ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്കത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആർക്ക് ബുദ്ധിമുട്ട്? ആ കുട്ടി നല്ല കണ്ടീഷനിൽ കളിക്കുന്നുണ്ടല്ലോ ഹിജാബിട്ടിട്ട് ഡാൻസ്. ആർക്കാ ബുദ്ധിമുട്ട്? പക്ഷെ അങ്ങനെ നിങ്ങളെപ്പോലത്തെ ആൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കണ്ടൻറ്റ് കിട്ടി, അത്രേ പറയാൻ പറ്റൂ. അതുകൊണ്ടാവാം പലരും വിമർശിച്ചത്. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഹിജാബിന് അതിൻ്റേതായിട്ടുള്ളൊരു പരിശുദ്ധിയുണ്ട്.
ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ആർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ? ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങളെയും നമ്മളെല്ലാം പോലത്തെ റിയാക്ഷൻ വീഡിയോക്കാർക്ക് അതൊരു കണ്ടൻ്റാക്കി എടുക്കാൻ വളരെ നല്ലൊരു വിഷയമായി. അത്രയേ ഉള്ളൂ. ഇതിനേക്കാൾ എന്താ പറയുക, വളരെ വൃത്തിഹീനമായ രീതിയിലൊക്കെ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ഇന്നും പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പുറത്തിറങ്ങുന്നുണ്ട്. അതിലൊന്നും അവരെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശമൊന്നും നമുക്കില്ല. പിന്നെ അവനവൻ ചെയ്ത കുറ്റവും തെറ്റും ഒക്കെ അത് അവനവൻ തന്നെ ശിക്ഷ ഏറ്റെടുക്കട്ടെ. ഇനിയുള്ള മക്കളെങ്കിലും നല്ല രീതിയിൽ നടക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം.